ഹായ് ഗായ്സ്, വെൽക്കം ടു സൗണ്ട് ഓഫ് ട്രീസ് പോഡ്കാസ്റ്റ്. അപ്പം നമ്മുടെ കൂടെ സൗണ്ട് ഓഫ് ട്രീസിൻ്റെ കുറച്ച് മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും അവരവരെ പരിചയപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, ഞാൻ നവീൻ സുരേഷ്, കീബോർഡിസ്റ്റാ. ഞാൻ പ്രവീൺ, ഗിറ്റാറിസ്റ്റ്. ഞാൻ ഗിഫ്റ്റ് സിംഗറാണ്. ഓഫ് ദി ക്യാമറ നമ്മുടെ സിംഗർ സായി. ഉറങ്ങിപ്പോയി. ഉറങ്ങിപ്പോയി, അതിലൊരു ഇതില്ല. ഓക്കെ, നമ്മുടെ സൗണ്ട് ഓഫ് ട്രീസ് തുടങ്ങിയത് രണ്ടുപേരല്ല, 3 പേരാണ്. ഒരാളങ്ങനെ വരാറില്ല, നമ്മൾ കാണാറുമില്ല. സോ നമ്മുടെ അവരെ രണ്ടുപേരെയും എങ്ങനെയാണ് അവരിത് തുടങ്ങിയത്, പിന്നെ നമ്മുടെ ചെറിയ ചിറ്റ് ചാറ്റുകളും നമുക്കിവിടെ കാണാം. സോ നവീൻ, ഗോ സ്റ്റാർട്ട്. എങ്ങനെയാണ് നമ്മുടെ സൗണ്ട് ഓഫ് ട്രീസ് തുടങ്ങിയത്? നമ്മളെങ്ങനെ തുടങ്ങി? നമ്മള് യൂണിവേഴ്സിറ്റിയിൽ അറിയാലോ, ഞാനും പ്രവീണും ജോവിനും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്ന് അങ്ങനെ കണ്ടുമുട്ടി. ഒരു ദിവസം അസൈൻമെന്റ് വെക്കുന്നതിന്റെ തിരക്കാ, 14 അസൈൻമെന്റ് എന്തോ സബ്മിറ്റ് ചെയ്യാനുണ്ട് ലാസ്റ്റായി. അപ്പൊ അതിന്റെ ഇടയില് ചുമ്മാ അസൈൻമെന്റ് ചെയ്യാതിരുന്നപ്പോഴത്തേക്കും ഇവൻ പാട്ട് പാടും, ഇവൻ ഗിറ്റാർ വായിക്കും, ഓക്കെ ഞാൻ കീബോർഡ് വായിക്കും. അപ്പൊ ഒരു കവർ എടുക്കാൻ വേണ്ടി ഒരു സാധനം ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചാനൽ വേണമല്ലോ. അപ്പൊ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തുടങ്ങിയ ഒരു കുഞ്ഞി ബാൻഡ് ഐഡിയ. കാരണം ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന് സംഭവം അങ്ങനെ വലിയൊരു ഇതില്ല, അവന് ഈ മ്യൂസിക്കിനോടുള്ള ഇതില്ല. അപ്പൊ അവൻ നമ്മൾ ചെയ്യണതിന്റെ കൂടെ നിൽക്കുക പറഞ്ഞിട്ട് അങ്ങനെ ശരി അങ്ങനെ ഒരു ചാനൽ തുടങ്ങാം. എന്താ, ഒരു ബാൻഡ് പോലെ അല്ല, എന്നാലും കവർ എടുക്കാൻ വേണ്ടി നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞ അത് ലാസ്റ്റ് ഇയറോ സെക്കൻഡ് ഇയർ പകുതിയായപ്പോ അങ്ങനെ എന്തോ. അങ്ങനെ നവംബർ 18 സൗണ്ട് ഓഫ് ട്രീസ് എന്ന ഒരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒന്നുമില്ല, ഒരു മണിക്കൂറിനകത്ത് നടന്ന സംഭവങ്ങൾ ഇതൊക്കെ. നിങ്ങളുടെ ഒരു കുഞ്ഞി സ്റ്റാർട്ടപ്പ് ഐഡിയ നിങ്ങൾ ഇങ്ങനെ ഒരു ഡിസ്കഷൻ, ഫ്രണ്ട്സ് ഡിസ്കഷനുള്ളിൽ. സ്റ്റാർട്ടപ്പ് ഐഡിയ എന്ന് പറയാനും പറ്റൂല. എനിക്കന്ന് അന്ന് വൈകുന്നേരം നമ്മള് വീട്ടിൽ പോയല്ലേ? അന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോയിട്ട് കവർ എടുത്ത്. അന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ പോയിട്ട്, അപ്പം വീട്ടിൽ പോയപ്പോഴാണ് അവിടെ ഇവന്റെ വീട്ടില് കുറെ പിള്ളേരുണ്ട്, ഇങ്ങനെ ജോയൽ, എഡ്വിൻ, അവരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ടിയോ, അപ്പൊ അങ്ങനെ ഉടനെ ജോയിന്റെ ഒരു ക്ലാപ്പ് ബോക്സ് എന്ന് പറയാൻ പറ്റില്ല. ആ വീഡിയോ നിങ്ങളുടെ സൗണ്ട് ഓഫ് ട്രീസിന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും പറ്റുവാണെങ്കിൽ അതെടുത്ത് കാണാം. നിങ്ങളുടെ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് ആണ് അത്, നിങ്ങൾ എല്ലാവരും എടുത്ത് കാണും. അപ്പൊ നമ്മളങ്ങനെ ആ ഒരു റീലെടുത്തതിന് ശേഷം ഓക്കെ നമുക്ക് മനസ്സിത് ഒരു ബാൻഡ് പോലെ സ്റ്റാർട്ട് ചെയ്യാം. ഇത്ര ആൾക്കാരുണ്ട്, ലൈക്ക് കീബോർഡ്, ഗിറ്റാർ, ക്ലാപ്പ് ബോക്സ്, അങ്ങനെ പിന്നെ ബാക്കി കുറെ പേര് ഇങ്ങനെ പാടാൻ. പക്ഷെ ആർക്കും അങ്ങനെ പാട്ടോ എന്താണ് മ്യൂസിക് അതിനെ കുറിച്ചൊന്നും അങ്ങനെ അറിഞ്ഞൂടാ. നിങ്ങൾ പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പഠിച്ചിട്ടേ ഇല്ല പാട്ട്? പഠിച്ചിട്ടേ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കീബോർഡ് ലൈക്ക് ഒരു 3 monthsനകത്ത് വെച്ചിട്ട് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പം കീബോർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കീബോർഡ്. അപ്പൊ അങ്ങനെ പഠിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ക്ലാസ്സിലായിരുന്നപ്പം ഈ ക്ലാസ്സിന്റെ പീരീഡ്, ഇടയ്ക്ക് പീരീഡ്, പിന്നെ മ്യൂസിക് പീരീഡ് ഒക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെ ക്ലാസ്സിൽ പോകുമായിരുന്നു. അപ്പൊ അവിടെ ചർച്ചില് അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് ഇപ്പൊ ആദ്യം മറ്റേ ഈ നമ്മുടെ സാരി ഗമ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിച്ചു. എന്താ പറയുക, സാരി ഗമ നോട്ട്സ് സംഭവങ്ങളൊക്കെ. അപ്പൊ അത് കഴിഞ്ഞത് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അവിടുത്തെ സാറ് ഓക്കെ ആനുവൽ ഡേ പ്രോഗ്രാം വന്നപ്പോഴത്തേക്കും എനിക്കൊരു കീബോർഡ് വന്നു. ഓക്കെ ഇതിൽ നീ ബേസ് എന്ന് പറഞ്ഞ് ചുമ്മാ 2 കീസ് അല്ലേ ഉള്ളൂ, അപ്പൊ അങ്ങനെ അത് വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ ഒരു ഇത് തന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഒരു പാഷൻ എന്ന് പറയാം. അപ്പൊ +1 ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് പള്ളിയിൽ വായിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ അങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ട് ആർക്കും അങ്ങനെ വീട്ടുകാർക്കും അങ്ങനെ അറിഞ്ഞൂടെ അങ്ങനെ ഇത്ര വായിക്കും അപ്പത്തേക്കും പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ഒരു കീബോർഡ് വാങ്ങിച്ചു തരാന്ന് അച്ഛൻ പറഞ്ഞ് അങ്ങനെ ഒരു കീബോർഡ് വാങ്ങിച്ച് പിന്നെ പള്ളിയിൽ പാടുന്നതിന് വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പൊ പള്ളിയില് കുറെ പാട്ടുകൾ ഇഷ്ടമാവും. ഓക്കെ, അപ്പൊ അങ്ങനെ പള്ളിയില് ഒരു +1 ഒക്കെ ആയപ്പോ പള്ളിയിൽ കയറിയെന്ന് തോന്നുന്നു പാട്ട് പാടാനായിട്ട്. പാട്ടുപാടാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളെ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തെന്ത് അങ്ങനെയാണ് കറങ്ങി തിരിഞ്ഞ് UK കാനഡയിൽ പോകേണ്ടതാ. അപ്പൊ കറങ്ങി തിരിഞ്ഞ് UK വന്ന് അതാ എനിക്ക് അതിന്റെ എല്ലാവരും നിമിത്തം. കാരണം ഈ ബാൻഡ് തുടങ്ങിയതും ബാൻഡിൽ ഓരോരുത്തർ വന്നതും ഇല്ല, ഞാനും ഇവനും കണ്ടുമുട്ടിയതും. കാരണം ഇവൻ കാനഡയിൽ പോയവനാ. കാനഡയിൽ പോയിട്ട് അവിടെ നിന്ന് കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നയാ. അപ്പൊ എല്ലാരും കണ്ടുമുട്ടാൻ അതൊരു നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. ബാക്കിയുള്ളവരെ അപ്പം എങ്ങനെയാണ് കിട്ടിയത്? ബാക്കി അതാ ഞാൻ പറഞ്ഞു വന്നത്. എത്ര മെമ്പേഴ്സ് ഉണ്ട് നമ്മുടെ മൊത്തം ഇപ്പം നിലവിൽ ഇപ്പൊ ബാൻഡില് 20+ മെമ്പേഴ്സ് ഉണ്ട്. ലൈക്ക് പറഞ്ഞോണി കഴിഞ്ഞാൽ എന്താ പറയാ, താഴെത്തട്ട് മുതൽ മേലെത്തട്ട് വരെ ഇപ്പൊ ഫില്ലായ ഇരിക്കുന്ന നമ്മളെ ബാൻഡ്. പറഞ്ഞ ബാൻഡിന്റെ ഒരു ഇത് പറഞ്ഞു വരാം. അപ്പൊ നമ്മളിങ്ങനെ ലൈലാഗമേ കവർ എടുത്ത്, കാരണം അത് നമുക്ക് കേട്ടപ്പോഴത്തേക്ക് ഓക്കെ കൊള്ളാം, നമ്മ ഔട്ട് എങ്ങനെയായിരിക്കും എന്നല്ല, നമുക്കൊരു എന്താ ഒരു
ഇത്രയും വർക്ക് ലൈഫ് മറ്റേ നമ്മൾ തന്നെ എല്ലാം ചെയ്യണ്ടേ, തുണി കഴുകണം, പാത്രം കഴുകണം, ഫുഡ് ഉണ്ടാക്കണം, വർക്കിന് പോകണം, അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയിൽ ഓക്കെ ഈ ഒരു സാധനം കൊള്ളാം, നമുക്ക് എല്ലാവർക്കും ഒരു എൻജോയ്മെൻറ്റാണ്. അങ്ങനെ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ വീട്ടിലുള്ള അവർക്കൊന്നും അങ്ങനെ പാട്ട് അറിഞ്ഞൂടാ, എന്നാലും നമ്മളോട് വന്ന് പാടാനും അവർക്കൊരു ഇതുണ്ട്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഓക്കെ ആ ഒരു റീല് കയറി കുറച്ചൊരു വ്യൂസൊക്കെ ആയി. എത്ര ഒരു 2000 വ്യൂസ്. നമുക്കത് വലിയൊരു കാര്യമായിരുന്നു. 2000 ആൾക്കാർ 2000 ആൾക്കാർ കണ്ടല്ലോ. അങ്ങനത്തെ ഒരു കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ യൂണിവേഴ്സിറ്റി കേരള സൊസൈറ്റി അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അത് ഒത്തിരി ഹെൽപ്പ്. കാരണം അഭിഷേക് ഏട്ടൻ, പേരെടുത്ത് പറയണം, അഭിഷേക് ഏട്ടൻ യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു കേരള യൂണിവേഴ്സിറ്റിയുടെ. സംഭവം അഭിഷേക് ഏട്ടന ഓക്കെ ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ടല്ലോ, അവർക്ക് നമ്മളായിട്ട് ഒരു അവസരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരെ എന്തോ ഒരു എന്തിനായിരുന്നടാ മീറ്റപ്പ്, നമ്മളെ സ്റ്റുഡൻസ് എല്ലാം നമ്മളിങ്ങനെ ആ ഒരു മീറ്റപ്പ് വന്നപ്പോഴത്തേക്ക് ഇന്ന ആൾക്കാർ ഇങ്ങനെ പാടാൻ വരും. അപ്പോഴാ ഗിഫ്റ്റ് ചേട്ടൻ, നമുക്ക് കൂടുതൽ സിംഗേഴ്സ് ഇല്ല, നമുക്ക് എന്താ പറഞ്ഞാൽ പുള്ളവും എന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ കീബോർഡ് വായിക്കും, ഇവൻ ഗിറ്റാർ വായിക്കും, നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ പാട്ടും കൂടെ പാടാന്ന് വെച്ചാൽ കുറച്ച് ടാസ്ക് അല്ലേ. അപ്പൊ ഓക്കെ അങ്ങനെ ഓരോരുത്തരെ കണ്ടെത്താന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ വീട്ടിലൊരു ചേട്ടൻ അഖിലെന്ന് പറഞ്ഞാൽ ആ ചേട്ടന്റെ കൂട്ടുകാരനാ ഗിഫ്റ്റ് ചേട്ടൻ. അപ്പം എനിക്ക് അതുവഴി ഞാൻ ഒരു റീൽ എന്തോ കണ്ടിട്ടുണ്ട്, ഗിഫ്റ്റ് ചേട്ടൻ പാടുന്നത്. ഓക്കെ അങ്ങനെ എന്തോ പോസ്റ്റ് ചെയ്ത സംഭവം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓക്കെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ ഉണ്ടല്ലോ, വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പം ഗിഫ്റ്റ് ചേട്ടൻ ഉടനെ ഓക്കെ പറഞ്ഞു. ഓക്കെ വരാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, എങ്ങനെയാന്ന് പറഞ്ഞൂടെ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ഗിഫ്റ്റ് ചേട്ടൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഗിഫ്റ്റ് ചേട്ടനെ എടുത്തു. പിന്നെ ഓൾറെഡി ടിയോ ഉണ്ട്, ജോവിനുണ്ട്, പിന്നെ 2 ഫീമെയിൽ വോക്കലിസ്റ്റ്, അതിലൊന്ന് അനഘയാണ്. ഓക്കെ അനഘ ഉണ്ടായിരുന്നു. പിന്നെ കിറ്റി, പിന്നെ JK, അല്ല അലീഷ ഫസ്റ്റ് പ്രോഗ്രാമിന് ഇല്ലായിരുന്നല്ലോ. ഓക്കെ അങ്ങനെ ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന മഹാൻ നമ്മളവിടെ പ്രോഗ്രാമിന് കയറാൻ നിന്നപ്പോ ഓക്കെ ഈ അഭിഷേക് ഏട്ടൻ പറഞ്ഞു ഇവന് പാട്ട് പാടുമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, കാരണം ഇവ എങ്ങനെ പാടും, നമ്മളെ ഫസ്റ്റ് തട്ടിക്കൂട്ടി ചെയ്യാൻ പോണ ഒരു പരിപാടിയല്ലേ. അപ്പത്തേക്കും പെട്ടെന്ന് ആ സമയത്ത് ഒരാൾ വന്ന് പാടണമെന്ന് പറഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അപ്പൊ ഗിഫ്റ്റ് ചേട്ടൻ പറഞ്ഞില്ലേ നമുക്ക് ഇരുത്തി നോക്കാം, പാടണമെങ്കിൽ പാടട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഓക്കെ അവനെ ലിറിക്സ് കൊടുത്തവൻ പാടി തുടങ്ങി. നമ്മൾ പാടിനേക്കാട്ടും നല്ല രീതിയിൽ അവിടെ നിന്ന് ഒരു ഔട്ട് പറഞ്ഞു. ഗിഫ്റ്റ് ചേട്ടൻ പറഞ്ഞു ഓക്കെ ഇവനെ എടുത്തോ അടിപൊളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ ജസ്റ്റ് നമ്മളെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് സോളോ പോകാൻ തുടങ്ങി. ഓരോരുത്തർ വന്ന് ഓക്കെ സനൽ ചേട്ടൻ അപ്പൊ അവിടെ വെച്ചാ ഓക്കെ സോളോ പാടാന്ന് വന്നിങ്ങനെ ഓരോരുത്തർ പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ ഫസ്റ്റ് വന്ന് ഇവ ഓക്കെ അബി മുജ്മേ കയ്യിന് ആ ഒരു പാട്ട് പാടാന്ന് പറഞ്ഞു. ഓക്കെ എനിക്കും അറിഞ്ഞൂടാ സംഭവം. ഓക്കെ ഇന്ന് കോഡൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് ഓക്കെ തുടങ്ങി. പാട്ട് തുടങ്ങിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ അപ്പൊ തന്നെ പറഞ്ഞ് നമുക്ക് ഈ ബാൻഡ് ഉണ്ട്, നീ വരണമെങ്കിൽ വന്നോന്ന് പറഞ്ഞ്. തൊട്ടടുത്ത സനലേട്ടൻ പാടാൻ കയറി. സെയിം സനലേട്ടനും ആഗ്രഹമുണ്ട് പാടണം പാട്ട്, പക്ഷെ പുള്ളി ഇപ്പൊ ഇത്തിരി നമ്മുടെ ഇങ്ങനെ ലണ്ടനിലില്ല അതാണ് നമ്മുടെ പ്രശ്നം. ഇങ്ങനെ കുറെ തിരക്കുകളുടെ ഇടയിലും നമ്മളിങ്ങനെ സമയം കണ്ടെത്തി കാരണം നമുക്ക് നമ്മളെ തന്നെ ഒരു വലിയ നമ്മളുടെ എല്ലാവരുടെയും ലൈക്ക് ഒരു ഇഷ്ടത്തോടാണ് നമ്മൾ പാട്ട് പാടാൻ വരുന്നത്. ആരും പഠിച്ചിട്ടില്ല. ലൈക്ക് ഈ ടീമിലുള്ള ഒരൊറ്റ മനുഷ്യനും എനിക്കൊന്ന് അലീഷ കുറച്ച് എന്തെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. നമുക്ക് ആർക്കും ഒന്നും അറിയില്ല. ബട്ട് നമ്മുടെ ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് നമ്മൾ എല്ലാരും വരുന്നു, പാട്ട് പാടുന്നു, അങ്ങനെയാണ് ഒരു ഫാമിലി. ഇതിൽ ഞാൻ ഒരു പ്ലസ് പോയിന്റ് കണ്ടെന്ന് വെച്ചാൽ ബാൻഡ് തുടങ്ങാൻ സമയത്തായാലും ഇപ്പൊ ഇതുവരെ ആയാലും കിട്ടുന്ന സപ്പോർട്ട് നമുക്ക് അത്രയുണ്ട്. കാരണം വെളിയിൽ നിന്നുള്ള ആൾക്കാരായാലും എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ലക്ക് ഫാക്ടർ ആണോന്ന് അറിഞ്ഞൂടാ, നമുക്ക് പ്രോഗ്രാം കിട്ടുക. എന്ത് കാര്യം കൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളെ പോർട്ട്ഫോളിയോ നോക്കിയാൽ അറിയാം നമ്മൾ അത്ര വെൽ പ്രൊഫഷണൽ അല്ല. പക്ഷെ ഓരോരുത്തര് നമ്മളെ ഇങ്ങോട്ട് വന്ന് നമ്മളെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഇതാ ഓക്കെ നമുക്ക് ചെയ്യാം, നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ട് ചെയ്യാം. നമ്മളെ കൊണ്ട് പറ്റുന്ന പാട്ടുകൾ എടുത്ത് ഫുൾ ഓഫ് ചെയ്യാം, നമുക്ക് പറ്റാത്ത പാട്ടുകൾ എടുത്ത് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് സത്യമായിട്ട് പറയണം. നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഹോളിയുടെ ഒരു പ്രോഗ്രാം. അത് ശരിക്കും നമ്മള് ഒരു ടീമായിട്ട് ഇറങ്ങിയിട്ട് അതൊരു അടിപൊളി നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം പുറത്തുനിന്ന് നമുക്ക് കിട്ടിയ ഒരു ഫസ്റ്റ് പ്രോഗ്രാം. പക്ഷെ ആ ഒരു പ്രോഗ്രാമിന് നമുക്കൊരു ഓഡിയൻസ് അറൗണ്ട് 800 or 1000 അടുപ്പിച്ചുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഒരു എന്താ ആ ഒരു ഫീലും ആ ഒരു എനർജി നമുക്ക് പിന്നെ ഉള്ള ഒരു പ്രോഗ്രാമിന് കിട്ടിയിട്ടില്ല. അതിന്റെ മെയിൻ കാരണം നമുക്ക് പറഞ്ഞ ഈ സൗണ്ട്സ് ടെക്സ് കാര്യങ്ങളൊക്കെ തന്നെയാണ് തോന്നുന്നത്. കാരണം നമുക്ക് ഫസ്റ്റ് കിട്ടിയ സ്റ്റേജ് നമുക്ക് ഒരു സാധനം പോലെ നമുക്ക് കുറവ് പറയില്ല. നമുക്ക് വേണ്ട മൈക്ക് ഉണ്ടായിരുന്നു, ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ സൗണ്ട് ചെക്ക് നടന്നു, അതൊക്കെ കൊണ്ട് നമുക്ക് പ്ലസ് ആണ്. പക്ഷെ നമ്മൾ അടുത്ത് ചെയ്യുന്ന പരിപാടികളൊന്നും ആ ഒരു
ഓക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവര് സൈഡിൽ നിന്ന് ഒരു പക്ഷെ അവർക്ക് നമുക്ക് നമ്മളത് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്കത് പ്രൊവൈഡ് ചെയ്ത് തരാനുള്ള കുറെ ലിമിറ്റേഷൻസ് അവർക്കുണ്ട്. കാണും. അതുകൊണ്ടായിരിക്കും മേ ബി അവർക്ക് നമുക്ക് തരാൻ പറ്റും. സ്റ്റിൽ അവര് ട്രൈ ചെയ്യുന്നുണ്ട്. അതിലിപ്പോ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റൂല. ഓണത്തിന് നമ്മൾ പരിപാടിക്കും അതേ കാരണം നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ അത്രയും ഇതായിട്ടുള്ള ബാൻഡ് അല്ല. അപ്പൊ നമുക്ക് ഓക്കെ ശരി. പക്ഷെ ഇപ്പോ വരുന്ന പ്രോഗ്രാംസ് കിട്ടുന്നതോടെ എനിക്ക് എന്റെ ഉള്ളിലെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുക ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും. ഇപ്പൊ ഇവനായാലും ഗിറ്റാർ വായിക്കുന്നതായാലും ആദിലായാലും ഗിറ്റാർ വായിക്കുന്നതിനും അവൻ അടിപൊളിയായിട്ടാണ് വായിക്കുന്നത്. അപ്പം നമ്മൾ തന്നെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇരിക്കണോണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ പ്രോഗ്രാംസ്. അതുപോലെ നമ്മൾ പരസ്പരം എനിക്ക് ഇതിൽ കാണാൻ പറ്റിയ ഒരു കാര്യം, നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റ് ചെയ്യും പല കാര്യങ്ങളും. ഓക്കെ, നമ്മൾ ഇപ്പൊ ഞാൻ പാടിയില്ലെങ്കിൽ അത് നിങ്ങൾ പരസ്പരം എല്ലാം അത് തന്നെ ഒരു വലിയ കാര്യമാണ് അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഫ്രണ്ട്സ് സർക്കിളിനെല്ലാം അവര് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. ലൈക്ക് അവർക്ക് അതൊരു ഈഗോ ഹേർട്ട് ചെയ്യും. ബട്ട് നമ്മുടെ ഇടയിലുള്ള ഒരു പ്രത്യേകത നമുക്ക് ഒരിക്കലും ഒരു ഈഗോ അതിന്റെ കാര്യം പറയാനായാലും ലൈക്ക് നമ്മളെല്ലാരും ഇഷ്ടത്തിന്റെ പുറത്ത് തുടങ്ങിയതാ. അപ്പൊ നമുക്ക് ആർക്കും അങ്ങനെ പാട്ട് അറിഞ്ഞൂടാ. നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകാതല്ലാതെ അവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. നമുക്ക് എല്ലാരെയും നമുക്ക് കൂടെ വേണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മള് ഇപ്പൊ തെറ്റിയാലും ഇപ്പൊ ലൈക്ക് കറക്റ്റ് ചെയ്ത് പോവാ. അതിൽ വേറെ മാറ്റമൊന്നും ഇല്ലല്ലോ. നമുക്കിപ്പം ഞാനായാലും കീബോർഡ് വായിച്ചോണ്ടിരിക്കുമ്പോ എത്ര ലീഡൊക്കെ മാറിയിട്ടുണ്ട്. ഓൺ ദി സ്റ്റേജ് അവിടെ വരുമ്പോ നമ്മുടെ ഇടയിലുള്ള കോർഡിനേഷൻ നമ്മളത് ഓക്കെ ഫൈൻ നമുക്കത് അത് പറ്റും. കാരണം ഇപ്പൊ ഓൺ സ്റ്റേജ് പോകുന്ന പെർഫോമൻസ് ആയാലും ലൈക്ക് ഓഡിയൻസിന്റെ സൈഡിൽ നമുക്കൊരു പുള്ള് കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്കൊരു എനർജി അവിടെ നിന്നൊരു എനർജി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ മതി പറഞ്ഞ് നമുക്ക് പെർഫോം ചെയ്യാം. സത്യം പറഞ്ഞാൽ ഹോളിക്ക് വേണ്ട ഒരു പരിപാടി നമ്മൾ പരസ്പരം അത് അടിപൊളിയാണ്. കാരണം അത് ഓൾറെഡി അത് ഔട്ട്ഡോറാ. അപ്പൊ അത്രയും ഒരു എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് നമ്മൾ എല്ലാരും അവിടെ നിൽക്കുമ്പോ നമുക്ക് തന്നെ പരസ്പരം അയ്യോ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ആണ്, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പാടും. ഓക്കെ, നമ്മൾ ആ സെറ്റപ്പും കാര്യങ്ങളും നമ്മൾ ഭയങ്കര നമ്മൾ ബട്ട് സ്റ്റിൽ നമ്മൾ അവിടെ ഓരോരുത്തരും പാടി അവരുടെ ഫോട്ടോസും ഔട്ടും ഒക്കെ പുറത്തുനിന്ന് ശരിക്കും നമുക്ക് തന്നെ ഒരു ഫീൽ ഉണ്ട് നമ്മൾ ഇത്രയും നന്നായിട്ട് അത് പെർഫോം ചെയ്തോ എന്നുള്ളൊരു. കാരണം ഈ സൗണ്ട് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് വരെ എല്ലാവർക്കും ടെൻഷനായിരുന്നു എങ്ങനെ ഈ പ്രോഗ്രാം ഫുൾ ഓഫ് ചെയ്യും. സ്റ്റേജ് ഫിയർ കുറെ പേർക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ സൗണ്ട് ചെക്ക് കഴിഞ്ഞ് വൺസ് സ്റ്റേജിൽ എൻ്റർ ചെയ്ത് ഫസ്റ്റ് പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ആ ഒരു എനർജിയും ആ ഒരു പേടിയും സംഭവങ്ങളെല്ലാം മാറി. എല്ലാവരും അല്ലേ ഗിഫ്റ്റ് ചേട്ടാ? എല്ലാവർക്കും ആ സംഭവം മാറി. സംഭവം അടിപൊളിയായി. അപ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി ഉള്ളിന്നൊരു ഇതുണ്ട്, ആ അടിപൊളിയാക്കാം പരിപാടി, കുറച്ചും കൂടെ സെറ്റ് ആക്കാം. അങ്ങനെ ആ ഒരു തോട്ടിലാ അന്ന് തീരുമാനിച്ച ഒരു ഇതില് ഇതുവരെ എത്തി. സൗണ്ട് ഓഫ് ട്രീസിൽ ഇപ്പോ കുറച്ച് പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. പല പ്രോഗ്രാമിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു ഡ്രമ്മറെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ ഓരോരോ പ്രോഗ്രാംസ് വരുമ്പോഴത്തേക്ക് ഓരോ ആളുകൾ നമുക്ക് ഇൻക്ലൂഡ് ആയി വരുന്നുണ്ട്. അത് ശരിയാ കേട്ടോ. ഫസ്റ്റ് നമ്മള് ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഡ്രമ്മർ ഇല്ല. നമ്മൾ കീബോർഡ് ജനറേറ്റ് ചെയ്ത ബീറ്റ്സ് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അത് നമ്മൾ വെളിയിൽ നിന്നെങ്കിലും കിട്ടുന്ന ബീറ്റ്സാണ് നമ്മൾ ഇട്ട് ചെയ്യുന്നത്. പക്ഷെ അതിലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഇല്ലടാ നമ്മൾ ലൈവ് ബാൻഡാ. നമുക്ക് ആദിലിനെ കിട്ടിയ കാര്യം പറഞ്ഞില്ലല്ലോ. ഞാനും പ്രവീണും ടിയോയും ജസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ മറ്റേ കരിയർ സാറിന്റെ ഫ്രണ്ടിൽ നിന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കൂടെ 2 പിള്ളേർ പോയി. അവൻ വന്നിട്ട് നമ്മളോട് സംസാരിച്ചു, നിങ്ങളെ പ്രോഗ്രാം ഒക്കെ കണ്ടിട്ടുണ്ട്, അടിപൊളിയാണ്, യൂണിവേഴ്സിറ്റിയിൽ ചെയ്തിട്ടുണ്ട്, അത് അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ഒരു ഫ്രണ്ടും കൂടെ വന്ന് പറഞ്ഞു. അപ്പൊ പ്രവീണാണെന്ന് ചോദിച്ചു, നീ പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ട് ചുമ്മാ ചോദിച്ചു. നമ്മുടെ പാട്ട് പാടില്ല, ഗിറ്റാർ വായിക്കുന്നു പറഞ്ഞോ. അപ്പൊ ഓക്കെ ഗിറ്റാറോ ഓക്കെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉടനെ തന്നെ അവനെ എടുത്തു. പക്ഷെ അത് പറയണമല്ലോ, ഇവരുടെ 2 ഗിറ്റാർസും തമ്മിൽ ഇടയ്ക്കൊരു വീഡിയോ നമ്മുടെ ഇതിൽ തന്നെ സൗണ്ട് ഓഫ് ട്രീസിൽ ഇട്ടിട്ടുണ്ടല്ലേ, അത് ഭയങ്കര ഇവർക്കൊരു കോർഡിനേഷൻ ഉണ്ട്. വായിക്കുന്ന തന്നെ ഭയങ്കര രസമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അടിപൊളിയാ. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രൊഫഷണൽ അല്ലാത്തോണ്ടായിരിക്കും, നമ്മൾ പഠിച്ചു വന്നോണ്ടായിരിക്കും. എല്ലാവർക്കും ഓക്കെ ഇപ്പം ഞാൻ വായിച്ചത് തെറ്റുമ്പോൾ അതിന് പറയാം, എടാ അങ്ങനെയല്ല, അവിടെ ഒരു നോട്ടും കൂടെ ഉണ്ട്, അത് വായിക്കണം. ഇപ്പം അവൻ തെറ്റിയാൽ ഞാനും പറയാം, എടാ അതല്ല ഇതാ വായിക്കേണ്ടത്. അപ്പം അങ്ങനെ എല്ലാവരും തമ്മിൽ ആ ഒരു കോർഡിനേഷൻ. ഇപ്പം ഡ്രമ്മർ ആയാലും പെർക്കഷൻ ആയാലും തെറ്റ് വന്നു കഴിഞ്ഞാൽ തെറ്റാണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യും. ആ അക്സെപ്റ്റൻസാണ് നമ്മളെ ഇതുവരെ നമ്മൾ എത്തിച്ചെന്ന മാത്രമേ നമുക്കൊരു മാറ്റം ഉണ്ടാവുള്ളൂ. അതത്രേ ഉള്ളൂ. അപ്പം അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. ഇനി അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും. പിന്നെ കുറച്ച് പേര് ഇപ്പം നാട്ടിലാ, എല്ലാവരും ഓണത്തിന്റെ ഇതിലാ പോയി. ഓണം കഴിഞ്ഞ് ഇനിയിപ്പം ഒക്ടോബർ 8 എല്ലാവരും വന്ന് എത്തും ഇവിടെ.
8-ന് നമുക്കൊരു വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്. ഒക്ടോബർ 10th. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നവീൻ തന്നെ പറയും. ഒക്ടോബർ 10th നമുക്ക് സ്ട്രാറ്റ്ഫോർഡ് സ്നൂസ് ബോക്സിൽ വെച്ചൊരു ഇവന്റ് ഉണ്ട്. ലൈക്ക് ഷോ സ്റ്റീലർ എന്റർടൈൻമെന്റ്സും സോളിക്കോ റൈഡറോ അവരുടെ ഷോ സ്റ്റീലർ എന്റർടൈൻമെന്റ്സ് പവർ ഹൗസ് ഇവന്റ്സ് നടത്തുന്ന ഒരു ഇവന്റ് ഉണ്ട്. അത് നമ്മുടെ ലൈവ് കൺസേർട്ട് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ലൈവ് കൺസേർട്ട് 2 hours പ്രോഗ്രാമാണ്. അപ്പം എല്ലാവരും വെൽക്കം ചെയ്യുന്നു. നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വളരെ നമ്മളെ ബാക്കിയുള്ള ഇവന്റ്സില് ബാൻഡുകാർ എടുക്കുന്ന കണക്കൊക്കെ ഒത്തിരി പൈസയൊന്നുമില്ല. നമ്മൾ തുടങ്ങിയ ഒരു ഇനിഷ്യേറ്റീവിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. കുറച്ചൊരു £6 സംതിങ് ഉള്ളല്ലേ ടിക്കറ്റിന്റെ റേറ്റ്, അത്രേ ഉള്ളൂ. പറ്റുവാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് വരിക, ബാച്ചിലേഴ്സ് ആണെങ്കിൽ ബാച്ചിലേഴ്സ് ആയിട്ട് വരിക, സ്റ്റുഡൻസ് എല്ലാവരെയും ഞങ്ങൾ ഇൻവൈറ്റ്, ഗ്രാൻഡ് ഗ്രാനി എല്ലാവരെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ പറഞ്ഞ പോലെ ഈ ബാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ചിലവർക്ക് ഇപ്പൊ ഓൾറെഡി മിക്കവർക്കും അറിയായിരിക്കും ബാൻഡ് എന്താന്ന്. അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയാണ് നമ്മളെ ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാട്ടെടുക്കും, നമ്മൾ അതിനെ നമ്മളെ രീതിയിൽ ആക്കി ഒരു കവർ പോലെ ചെയ്ത് ഒരു പ്രസൻറ്റ് ചെയ്യുന്നതാണ് നമ്മളൊരു ബാൻഡ് ചെയ്യുന്നത്. ഒരു ബാൻഡി വൈബിൽ നമ്മളെ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും വേറെ മിക്സിങ് എല്ലാം ചെയ്ത് വരുന്ന ഒരു സംഭവം, ഒരു പാട്ടാണ് ഈ ബാൻഡ് നമ്മൾ ചെയ്യുന്നത് പ്രോപ്പറായിട്ട്. അല്ലാതെ നമ്മുടെ ഈ ഗാനമേള ചെയ്യുന്ന പോലെ അതേ പാട്ട് സെയിം രീതിയിൽ ചെയ്യുന്നതല്ല. ചെറിയ ചിലപ്പോൾ തെറ്റുകളായിരിക്കും, എന്നാലും പക്ഷെ നമ്മളത് ഒരു വെറൈറ്റി രീതിയിൽ ചെയ്യുന്നതാ ബാൻഡ് യൂഷ്വലി ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കി. ഞാൻ കുറേ അടുത്ത് കണ്ടിട്ടുണ്ട് ബാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ ഗാനമേള ടീമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് തിരുത്താൻ വേണ്ടി ഞാൻ പറഞ്ഞത്. ഇത് വേറെ, അത് രണ്ട് വേറെ തലം, ഇത് വേറെ തലം. അപ്പം ലൈക്ക് യൂഷ്വലി നമ്മൾ ബാൻഡ് ചെയ്യുന്നത് ഇതാണ്. നമ്മളെ ബാൻഡ് ചെയ്യുന്നത് ലൈക്ക് ഏതൊരു പാട്ടായാലും എടുക്കും, നമ്മളത് നമ്മളെ രീതിയിൽ കവർ ചെയ്യും. അല്ലെങ്കിൽ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ബാൻഡ്സ് ഉണ്ട്. അകം, തായ്ക്കുടം ബ്രിഡ്ജ്, നമ്മൾ സൂര്യ സന്തോഷ് ലൈവ്, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ജോബ് കുര്യൻ ചേട്ടന്റെ പാട്ടാ കൂടുതലായിട്ട് എടുക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഒരു സൗണ്ട് എഞ്ചിനീയർ ചെറിയെന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടനാ സത്യം ബാൻഡ് തുടങ്ങിയതിനു ശേഷം എങ്ങനെയാ ഒരു ബാൻഡ് വർക്ക് ചെയ്യണേന്നുള്ള രീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. അപ്പം ചേട്ടനും ഒരു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതുവരെ എത്തിയത്, ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇനിയിപ്പോ അങ്ങോട്ടായാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതെ, ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ നമ്മുടെ ബാൻഡിനെ പറ്റി? ചേട്ടൻ എങ്ങനെയാ ഇവിടെ വന്ന് പെട്ടത്? ഈ ബാൻഡില് എങ്ങനെ മാറ്റം ഉണ്ടോ? മാറ്റമൊന്നുമല്ല, ചേട്ടന്റെ ഒരു ഇഷ്ടം, അതൊക്കെ പറയും. ഞാനിപ്പോ എന്ത് പറയാനാ, ഞാൻ ഈ ബാൻഡിലേക്ക് വരുന്നതായത് തന്നെ നവീനെ ഇങ്ങനെ ഒരു ഔപചാരികമായിട്ട് ഞാൻ പരിചയപ്പെട്ടാണ്. എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ എൻ്റെ ബാച്ചിൽ പഠിക്കുന്ന നമ്മൾ എല്ലാവരും ഒരേ യൂണിയാണ്. അപ്പോൾ യൂണിയിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട് അവൻ്റെ അവൻ്റെ വീട്ടിലോട്ട് പോകാൻ ഇങ്ങനെ ഒരു ഇതുണ്ടായി. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട് ഞാൻ നോക്കിയപ്പോൾ കീബോർഡ്, പിന്നെ ഒരു വലിയ സിസ്റ്റം, മിക്സിങ് സിസ്റ്റം ഒക്കെ ഇരിക്കുന്നത്. ഞാൻ വെച്ചാൽ ആരാവരണം എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുള്ളതാണ്. അവൻ ഇങ്ങനെ വായിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഈ ബാൻഡ് ഇവർ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ നവീൻ ചോദിച്ചു, ഇങ്ങനെ ബാൻഡ് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പാടാൻ ഒരാൾ വേണം, ചേട്ടൻ വരുന്നത് വെച്ച് ഞാൻ അങ്ങനെ പോയി. ഇപ്പം ഞാനവിടെ വരുമ്പോൾ ഞാൻ എൻ്റെ പ്രായത്തിലൊക്കെ ചേർന്ന് എൻ്റെ ഒരു അനിയന്മാരെന്ന് പോലത്തെ ഒരു ആൾക്കാരാണ് എല്ലാവരും. എന്നെക്കാളും വളരെ പ്രായം കുറഞ്ഞ ആൾക്കാർ. അപ്പം എനിക്ക് ആദ്യം വരുമ്പോൾ ഒരു ഇതുണ്ടായിരുന്നു, നമ്മളിവിടെ വൈപ്പാക്കി പോവോ അതോ ഞാൻ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ എടുക്കും എന്നൊക്കെ നമുക്കൊരു അറിയാം. നോർമലി നമുക്കൊരു ഇതുണ്ടായിരിക്കും, നമ്മുടെ ഒരു വയസ്സുള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട്. പക്ഷെ അവിടെ വന്നപ്പോൾ ഇവരെല്ലാവരും അടിപൊളിയാണ്. പിന്നെ എൻ്റെ പാട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാനും ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽ ആയിട്ട് സംഗീതം പഠിച്ച ഒരാളൊന്നുമല്ല. പാടാൻ ഇഷ്ടമാണ്. ഇതുപോലെ പള്ളിയിൽ അതേപോലെ കോളേജിലെല്ലാം പാടാറുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കൂടി ഇപ്പോൾ ഇതുവരെയുള്ള ജേണി നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ഇനി മുന്നോട്ട് ഇതേപോലെ തന്നെ അടിപൊളിയായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ദൈവം സഹായിച്ച് നമുക്കിപ്പോൾ ഒന്ന് രണ്ടല്ല കുറച്ചധികം പ്രോഗ്രാംസ് നമുക്ക് കിട്ടി. 1-2 നന്നായിട്ട് ചെയ്തു. പിന്നെ പലതിലും നമുക്ക് ഇന്നും ഫ്ലോസൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ പല കാര്യങ്ങളും ഞാൻ ഇപ്പോൾ ഇവരോട് ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഉള്ളതിലൊരു മൂത്താളെന്ന നിലയ്ക്ക് പല കാര്യങ്ങളും ഞാൻ പറയാറുണ്ട്. അതെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ അടുത്ത വരുന്ന പരിപാടി ഒക്ടോബർ 10 നമ്മളത് തകർക്കും.
പിന്നില്ല, നമ്മളത് തകർത്തു വാരും. അതിനുള്ള പ്രാക്ടീസിന് വേണ്ടി നമ്മൾ ജാം റൂമൊക്കെ എടുത്ത് നമ്മൾ എല്ലാവരും കൂടെ അവിടെ ഒന്ന് ഒത്തുകൂടിയിരിക്കുവാണ്. നമ്മുടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. അതെ അതെ, പ്രാക്ടീസ് കാര്യങ്ങൾ സെറ്റ് ആവണം. പിന്നെ ഇന്നൊരു ഷൂട്ടുണ്ട്. അതെ, ഷൂട്ടിനുള്ള ആളുകൾ ഓൺ ദി വേ ആണ്. ഇപ്പൊ ടൈം എനിക്ക് തോന്നുന്നു 10 o'clock ആകും. നാളെ എല്ലാവർക്കും ഷിഫ്റ്റ് ഉള്ളതാണ്. പക്ഷെ നമ്മൾ എല്ലാവരും നമ്മുടേതായിട്ടുള്ള കുറച്ച് സമയമൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. നമ്മളിപ്പം നമുക്ക് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും നമ്മളൊരു ബാൻഡ് എന്ന് പറയുന്ന കാര്യം വരുമ്പോഴത്തേക്ക് എല്ലാവരും സമയം കണ്ടെത്തുന്നുണ്ട്. അതാ നമുക്കുള്ള ഒരു പ്ലസ് പോയിന്റും. എന്താ അല്ലേ? എന്തെങ്കിലും പറ പ്രവീണ്. നമ്മുടെ കോ ഫൗണ്ടർ ഒന്നും പറയാതെ കഥയാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോ ഫൗണ്ടർ എന്തെങ്കിലും പറയും. ഞാൻ എന്താ പറയാ, നീ നിന്റെ പറ. ഇങ്ങനെ ഇത് തുടങ്ങിയത് പ്രവീൺ പറയൂ. ഇത് എങ്ങനെയാ തുടങ്ങിയത്? നവീനുമായിട്ടുള്ള ജോവിനുമായിട്ടുള്ള ശരിക്കും കമ്പാരിസൺ എന്താ പറയാ, കവർ എടുക്കാനാ പറഞ്ഞല്ലേ? അതിപ്പോ ഇതുവരെ എന്ത് തോന്നുന്നു ഇപ്പൊ ഈ ഒരു മൊമെന്റില്? പ്രത്യേകിച്ച് അതല്ല സംഭവം, നമുക്ക് എല്ലാവർക്കും ഫീലായ ഒരു എന്നുവെച്ചാ ഒരു ബാൻഡ് തുടങ്ങി ഇത്രയും വളർന്നെന്നുള്ള ഒരു ലൈക്ക് ഒരു വർഷം ആവാൻ പോവാണ്. നിയർലി 1 month കഴിയുമ്പോ അല്ലേ? നമുക്ക് നവംബർ ഞാൻ എന്തുകൊണ്ടാ ഗിറ്റാർ പഠിച്ചത് നീ എപ്പോഴും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ ചോദിക്കുക, നീ എന്തുകൊണ്ടാ ഗിറ്റാർ പഠിച്ചേ? ഞാൻ ഒരു പെണ്ണിന് വേണ്ടിട്ട് അതാണ് ഇവിടെ 7ാം ക്ലാസ്സിലെ ഒരു പെണ്ണിനെ വളക്കാൻ വേണ്ടിട്ടാ ഞാൻ ഗിറ്റാർ പഠിച്ചത്. പക്ഷെ അതിപ്പോ അല്ലല്ല,